ബോട്ട് ഫാദർ പോലെയുള്ള ചില ബോട്ടുകൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള പല ബോട്ടുകളിലും അതുപോലെ തന്നെ ഞാനൊരു ഫിൽട്ടർ ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു മൂവി ഗ്രൂപ്പിന് വേണ്ടി. ആ ഗ്രൂപ്പിലെ ഫിൽട്ടർ ബോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു മെനു എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെനു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ടെലഗ്രാമിൻ്റെ പുതിയൊരു ഫീച്ചർ അനുസരിച്ചാണ് ആ ഒരു മെനു എന്ന് പറഞ്ഞ ഒരു ബാർ അവിടെ വന്നത്. പക്ഷേ നമ്മളൊക്കെ ഒരു ബോട്ട് ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് അങ്ങനെ മെനു എന്ന് പറഞ്ഞ ബാറൊന്നും കാണാറില്ല അല്ലേ. അതിനകത്ത് ഒരുപാട് കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മെനു എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാറില്ല. അപ്പോൾ അത് ചുമ്മാ അങ്ങനെ വരുന്നതല്ല, അത് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പണിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെനു എല്ലാ ബോർഡിനും സെറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ബോർഡിനും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ബോർഡ് ഫാദറിൽ കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് മൊബൈൽ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് ബോർഡ് ഫാദറിലാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം നമ്മൾ ബോട്ട് ഫാദർ ആപ്ലിക്കേഷൻ ബോട്ട് ഫാദർ ബോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു റീനെയിമർ പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ബോട്ടിൻ്റെ മെനു ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ലാഷ് കൂട്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് കമാൻഡ്. അതൊക്കെ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ആവശ്യമുള്ള കമാൻഡുകളൊക്കെ നോക്കി വയ്ക്കാം. അതിനുശേഷം ബോട്ട് ഫാദർ വന്നതിന് ശേഷം ബോട്ട് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു മെനു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെനു എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് യുവർ ബോട്ട്സ്, മൈ ബോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം സെലക്ട് ചെയ്യാം. അവിടെ നമ്മുടെ ഏത് ബോട്ടാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ബോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ എഡിറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് കമാൻഡ്സ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. ഇനിയാണ് നമ്മൾ കമാൻഡ് എല്ലാം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ ആ സ്ലാഷ് കൊടുക്കരുത്. സ്ലാഷ് കൊടുക്കാതെ ജസ്റ്റ് ആ കമാൻഡ് മാത്രം പഠിച്ചാൽ മതി. സ്ലാഷ് പിന്നെ വന്നോളും. ഇപ്പം ഞാൻ കൊടുക്കാൻ വേണം ഓരോന്നോരോന്നായിട്ട്. സ്റ്റാർട്ട് ചെക്ക് ആം എലൈവ് ഇത് കൊടുത്തു. അടുത്തതാണ് ഹെൽപ്പ് ടു സീ വാട്ട് ഐ ക്യാൻ. അതായത് നമ്മൾ ആദ്യം കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും, അതായത് ക്രിയേറ്റ് എ ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ ചെക്ക് ആയാം എലൈവ് എന്ന് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇങ്ങനത്തെ ന്യൂ ബോട്ട് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് അവിടെ ആദ്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ കമാൻഡ് സ്ലാഷ് ഇട്ടതിന് ശേഷമായിരിക്കും ഇവിടെ രണ്ടാമത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത് കൊടുക്കാം. ഹെൽപ്പ് കൊടുത്തു. അതിനുശേഷം ഇനി അടുത്തത് റീനെയിം, ഇതെല്ലാം ഹൈഫൻ ഇടുക. ടു റീനെയിം എ ഫയൽ. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്താണ് C2V, ടു കൺവേർട്ട് ഫയൽസ് ടു വീഡിയോസ്, കൺവേർട്ട് വീഡിയോസ്. ഇമോജിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ കൊടുത്താൽ മതി. റീനെയിം കൊടുത്തു, C2V കൊടുത്തു. ഇനി അടുത്താണ് ഷോ തമ്പ്, അതായത് ഇപ്പോൾ ഉള്ള തമ്പനയിൽ കാണാനുള്ള ആ ഒരു കോഡാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ റീനെയിമർ പോലെ അറിയാം. ഇവിടെ ഷോ തമ്പ്, DL തമ്പ്, അങ്ങനെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഷോ തമ്പ് ടു ഷോ കറൻറ്റ് തമ്പനയിൽ. ഇനി അടുത്താണ് DEL തമ്പ്. സ്പെല്ലിങ് കൃത്യമാണെന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം ഇവിടെ കൊടുത്തതിന് ശേഷം ഒന്ന് സ്പേസ് ഇട്ട് ഹൈഫനിട്ട് സ്പേസ് ഇട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ടു ഡിലീറ്റ് കറൻറ്റ് തമ്പനയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് ഉള്ളതെന്ന് തോന്നുന്നു. സ്റ്റാർട്ട്, ഹെൽപ്പ്, റീനെയിം, C2V, ഷോ തമ്പ്, DL തമ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ ബോട്ട് അനുസരിച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ളത് കമാൻഡ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് അടുത്ത തവണ വീണ്ടും ജസ്റ്റ് സ്റ്റാർട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർട്ട് ഹൈഫൺ ചെക്ക് ഇഫ് ഐ ആം എലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആഡ് ആവുകയല്ല, മറിച്ച് ഇത് മുഴുവൻ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതുതായി കൊടുക്കുന്നതായിരിക്കും ഇവിടെ വരുന്നത്. അതിനുശേഷം അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ എല്ലാ കോഡുകളും ഒരുമിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാൻ നമ്മൾ ഇവിടെ MT എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൊടുത്താൽ മാത്രം മതി. ഇനി തിരിച്ച് നമ്മുടെ റീനെയിമർ പ്രോയിലേക്ക് വന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും മെനു എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു, സ്റ്റാർട്ട് വർക്കായി. ഹെൽപ്പ് കൊടുത്തു, ഹെൽപ്പ് വർക്കായി. അതുപോലെ തന്നെ റീനെയിം കൊടുത്തു, അത് വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ C2V കൊടുത്തു, അതും വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോ തമ്പ് കൊടുത്തു,
അത് വർക്കായിട്ടുണ്ട്. DEL തമ്പ് കൊടുത്തു, അതും വർക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെനു സെറ്റ് ചെയ്യുന്നത്. ഇത് വളരെ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് ടെലഗ്രാമിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഒരു ബോർഡിൻ്റെ മെനു എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ബോർഡിനും ഇതുപോലെ മെനു സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഓരോ കോഡുകളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ബൈ.